എന്നാലും ഞാൻ പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നതാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. 2010 ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. എന്നെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളുമാണ്. ഈ കള്ളപ്പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് 2024 ജൂലൈ മാസം 24-ാം തീയതി വന്ന ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കൺസിഡറിംഗ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offences. The inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജഡ്ജ്മെന്റ്? മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനൽ. അല്ല കഴിയട്ടെ. രണ്ടാമത്തെ അയച്ച ജഡ്ജ്മെന്റിൽ ഇതിൽ പരാതിയായിട്ട് അവർ പറയുന്നത് നിങ്ങൾ മർദ്ദിച്ചു എന്നും ചെയർ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ല, അതിൽ അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം തന്നെ കോടതിയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസേ വന്നിട്ടില്ല. അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും. സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസാണ്. ഇത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഫിസിക്കലി വർദ്ധിച്ചു എന്നുള്ളതായിരിക്കും കേസ്. അല്ല, പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിക്കേ, കേസിനെ കുറിച്ച് പഠിക്കേ. രണ്ട് കേസുണ്ട്. രണ്ട് ജഡ്ജ്മെന്റാണ്. ഒന്ന് 2000 അല്ല, അവര് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസിൽ കൊടുത്ത പരാതി, പോലീസ് FIR ഇട്ടു. 700 അതെ, അതാണല്ലോ പോലീസ്. അതെയല്ലോ അതായത് ഒരു സിവിൽ കേസും അതുപോലെ തന്നെ ഒരു അതിക്രമത്തിന്റെ പരാതി, ആ പരാതിയില് രണ്ടിലും താങ്കൾക്ക് അനുകൂലമായ വിധി ഉണ്ടായെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷെ ആ പരാതികളില് സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നോ എന്നുള്ളതാണ്. ഉന്നയിച്ചിരുന്നു.
ഉന്നയിച്ച് ജഡ്ജിമെന്റില് ഞാൻ ജഡ്ജിമെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ. ജഡ്ജിമെന്റ് ഫുൾ ഇതാ ഇതും കൂടെ നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു മിനിറ്റ് അല്ല, ജഡ്ജിമെന്റില് ഞാനല്ലല്ലോ ജഡ്ജിമെന്റ് എഴുതിയത്, ജഡ്ജല്ലേ എഴുതിയത്. അല്ല, ഇതില് ഈ 323 അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കും. FIR ഇട്ട ശേഷം പോലീസ് പരാതിയെ കുറിച്ച് അന്വേഷിക്കും. പറയുന്നത് ശരിയാണെങ്കിലേ അത്തരം സെക്ഷനുകൾ ഇടുള്ളൂ. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ. അല്ല, ഒരു പരാതി കിട്ടിയതും പോലീസ് അതിൽ എല്ലാ സെക്ഷനും ഇടുവോ? പോലീസ് FIR ഇടും, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും, ആ FIR ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ FIR ആ സെക്ഷനുകൾ ഒഴിവാക്കും, കൂടുതൽ അന്വേഷണം നടക്കും. സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും. അതാണല്ലോ പതിവ്. ഈ കേസിലും ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട്. അപ്പോ കൃത്യമായി താങ്കൾ തന്നെ സമ്മതിക്കുകയാണ്, ഈ ഒരുപക്ഷെ പോലീസ് അത് കഴമ്പില്ലെന്ന് നോക്കി തള്ളിക്കളഞ്ഞിരുന്ന കോടതിയിൽ നിന്ന് ആ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല ഉത്തരവ് താങ്കൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് കോടതിയിൽ ഈ FIRന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസെത്തുന്നത്. കോടതിയിൽ എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു. നിങ്ങള് നിയമത്തിനെ വളച്ചൊടിക്കണ്ട. ഞാൻ പറയാനുള്ള കഴിയട്ടെ. അപ്പോ ഈ 2023 ഓഗസ്റ്റിലും 2024 ജൂലൈയിലുമായിട്ട് 2 കേസും തള്ളിപ്പോയി കഴിഞ്ഞു. സ്വത്ത് തർക്ക അതെ ഓഗസ്റ്റ് 16-ാം തീയതി സ്വത്ത് തർക്ക കേസ്, 2023 ഓഗസ്റ്റ് 16-ാം തീയതി സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2024 ജൂലൈ 24 ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിലുള്ള വിധിയും വന്നു. ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? കോടതി തള്ളിക്കളഞ്ഞതല്ല, കോടതി തള്ളിക്കളഞ്ഞ വിഷയമല്ലല്ലോ ഈ സെക്ഷൽ അബ്യൂസ് എന്നുള്ളതല്ലല്ലോ അന്ന് കോടതി വിധിച്ചത്. നിങ്ങൾ പറച്ചൊടിക്കണ്ട. ഒരാൾ പരാതി കൊടുത്തു, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം FIR ഇടും. FIR ഇട്ട് പോലീസിന് രണ്ടാമതൊരു അന്വേഷണം നടത്തും. അറിയാലോ അല്ലേ? അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ളപ്പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല. പിന്നെ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു, ഈ പരാതിയിൽ നിന്ന് താങ്കൾ എന്താ പറയുന്നത്? ഈ പരാതിയുടെ മുകളിലാണല്ലോ കേസ് FIR ഇട്ടത്. അത് സ്വത്ത് തർക്കവും അല്ല. ഈ കേസ് 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസും 2024 ജൂലൈ വേറെ കേസുമാണ്. കേസ് നമ്പർ 225/2015 ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 244 IPC ഇതാണ്. ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 341, 323, 324, 334 IPC ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ്. സ്വത്ത് തർക്കമാണ്. പോലീസില് അതെ അവര് പരാതി കൊടുത്ത അങ്ങനെയാണ്. അല്ലല്ല, പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇന്ന് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ്. മൊബൈൽ ടവർ പോലീസിന്റെ കയ്യിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരികമായി അതിക്രമിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസ് ഈ കാര്യത്തിൽ സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടിട്ട് ആ വകുപ്പ് ഒഴിവാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്. അതെ അവര് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു. FIR കോപ്പി ക്രൈം നമ്പർ 712/2004 ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നുണ്ടല്ലോ, ദ പ്രയർ ഓഫ് ദ പെറ്റീഷൻ മേ ബി പെർമിറ്റഡ് ദ ഇൻവെസ്റ്റിഗേഷൻ. ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പരാതിക്കാരി
ഇതിനു മുമ്പ് ലൈംഗികാതിക്രമം എന്നുള്ള പരാതി ഉയർത്തിയിരുന്നു. 2014 പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ. അല്ലല്ല, അതായത് സ്വത്ത് തർക്കം സിവിൽ കേസായിട്ട് കോടതിയിൽ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി 2014 കൊടുത്തു. 2014 കൊടുത്തു. രണ്ട് കേസാ. സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു. കോടതിയിലാണല്ലോ കൊടുത്തു. എനിക്കെതിരായിട്ടുള്ള ഈ കേസ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു 2014. അല്ല, എല്ലാ കാര്യങ്ങളും ചേർത്തിയിട്ടുണ്ട്. ഇപ്പൊ ആരോപിച്ച മുഴുവൻ കാര്യങ്ങൾ ചേർത്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പോലീസ് അത് കഴമ്പില്ലെന്ന് കണ്ട് കേസ് എടുത്തില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, അത് അവിടെ നിൽക്കട്ടെ, കോടതി നടപടികൾ നിൽക്കട്ടെ. ഇപ്പൊ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പുതിയൊരു പരാതി ആയിട്ടാണ് ഈ താങ്കൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതി പോയിരിക്കുന്നത്. അതാണ് ഇന്ന് വാർത്തയായി വരികയും ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ 15-ലും 20-ലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള BJP സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ 15-ലും 20-ലും ഒക്കെ കൊടുത്താണല്ലോ. അന്നെല്ലാം പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ പാർട്ടി നടപടി എടുക്കാതിരുന്നു. ചില ആളുകൾക്കെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതറിയാലോ അല്ലെ? ചില ആളുകൾക്കെതിരായിട്ട് പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകളുടെക്കെതിരായിട്ട് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്ന് 15-ലും ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ലേ? പാർട്ടിയിൽ നിന്ന് സമാനമായിട്ടുള്ള പരാതിയാ. എന്നെ 1984 തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എന്റെ മടിയിൽ കനവില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. VD സതീശനും കോൺഗ്രസിന്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമരരംഗത്ത് BJP എന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്നം. ഇതില് അന്ന് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് 15-ലും 20-ലും ഇത് ഓപ്പറേറ്റ് ചെയ്ത ആള് ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്? 2 ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കും പറഞ്ഞ് ആ സ്വാമി തന്നെ. എന്തിനാ നിങ്ങൾക്ക് അല്ല തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ. 15-ലും 20-ലും ഒക്കെ പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞല്ലോ. ഈ പാർട്ടിയോ BJPയോ RSSോ താങ്കളെ വിളിച്ചതിൽ വിശദീകരണം ചോദിച്ചിരുന്നോ? ഇതില് പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ യാതൊരു കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനം. ശരി, ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് എല്ലാം ഇത് വരാറുണ്ട്. പാലക്കാട് പ്രസ് ക്ലബില് ഇതേ പരാതിക്കാര് വാർത്താ സമ്മേളനം നടത്തി അന്ന് ഒരു മാധ്യമം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ഇത് എപ്പോഴും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്താണ്? 2015 നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ. എല്ലാ പത്രങ്ങളിലെയും ചാനലുകളിലേക്ക് റിപ്പോർട്ടർമാർ 15-ലും 20-ലൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിന്റെ ബിനുരാജ് ആയിരുന്നു, മാതൃഭൂമിയുടെ അബിലാലായിരുന്നു, ഷുക്കൂർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് മീഡിയ വണ്ണിന്റെ. അന്ന് മാതൃഭൂമിയിലായിരുന്നു ഷുക്കൂർ. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് യാതൊരുവിധ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 5-5 കൊല്ലം കൂടുമ്പോഴാണ്. നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് നോക്കണം. 2015, 2020, 2029-ലോ 30-ലോ വരും. ഞാൻ ഇതിലൊന്നും ഭയക്കില്ല. ഞാൻ ഇതില് ഏത് തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ. ഇതില് ആരായിരുന്നു വക്കീലെന്നറിയോ? സിവിൽ കേസിൽ CP പ്രമോദാ. അപ്പോ പ്രമോദ് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കില്ലല്ലോ. 2014 പരാതി വരുമ്പോ ഭാരതീയ ഒരു മിനിറ്റ് 2000 മറ്റേത് പ്രോസിക്യൂട്ടറിലൊക്കെ ആയിരുന്നു. അല്ല ഞാൻ പറയുന്നത് ഇനി വക്കീലിനെ സ്വാധീനിച്ചു നിങ്ങൾ അടുത്ത് പറയണ്ട. 2014 BJP അല്ല കേരളം ഭരിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ പരാതി വരുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണല്ലോ. BJP അല്ലല്ലോ. 2020 ഇത് ഇത്തരത്തില് പത്രസമ്മേളനമൊക്കെ നടത്തുന്ന സമയത്തും ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. അല്ലല്ല, അത് സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റിന് ദൈനംദിനം ഒരു 100-150 ഇത്തരത്തിലുള്ള പരാതികള് നിവേദനങ്ങൾ എല്ലാം വരും.
അപ്പൊ എല്ലാ പരാതികൾക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളുടെ ലെറ്റർ പരാതി കിട്ടി അതിൽ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നുള്ളത് അത് പോകുന്നതാണ്. അത് നിങ്ങളൊരു മെയിൽ അയക്ക് വൈകിട്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വരും. മന്ത്രിമാരുടെ ഓഫീസിലേക്ക് അയച്ചാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഇതാണ്. അദ്ദേഹത്തിന് വരുന്ന ഏത് പരാതിയിലും ഏത് നിവേദനത്തിലും അത് റിസീവ് ചെയ്തു എന്നുള്ള അക്നോളജ്മെന്റ് ആണ്. എന്നോട് ഇതുവരെ ഇത്തരം ഒരു പരാതി ലഭിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാതിയെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വാട്സാപ്പ് മുഖേന അയച്ചു കൊടുക്കും. പാർട്ടിക്കുള്ളിലല്ലോ, എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും എനിക്ക് എന്റെ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ മെയിലിൽ നിന്ന് ഈ പരാതിക്കാർക്ക് മെയിൽ വരും എന്നത്. അതായത് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു താങ്കൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവില്ല എന്ന്. ഞാൻ അന്വേഷിക്കട്ടെ, ഞാനല്ലല്ലോ പറയേണ്ടത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനല്ലേ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്നോട് വിശദീകരണം ചോദിച്ചാൽ എന്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ചേട്ടാ നിങ്ങൾക്കെതിരെ ഞാനൊരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാം, അടുത്ത ദിവസം തന്നെ നിങ്ങളെ പിടിച്ച് ജയിലിലിടില്ലല്ലോ. ആ ഇടില്ലല്ലോ ചേട്ടാ, ഇല്ലല്ലോ. അത്രേ അല്ല, പാർട്ടി സംസ്ഥാന അദ്ദേഹം ബാംഗ്ലൂരാണ്. അദ്ദേഹം എന്നോട് ഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. കാരണം മുൻ സംസ്ഥാന അധ്യക്ഷന്മാര് പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്താണ്. അതാണല്ലോ എനിക്കെതിരെ നടപടി വരാതിരുന്നത്. പക്ഷേ ഇതേ സമാനമായിട്ടുള്ള പരാതി കിട്ടിയ ആള് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഇത് പഴയതെടുത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അല്ല, പഴയ പരാതിയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി താങ്കൾ അത് ഡിഫൈൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്, ഏത് ഘട്ടത്തിലാണ് എഫ്ഐആർ പറഞ്ഞത്, എന്താണ്? ഞങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് ഒരുപാട് ചോദിച്ചു കളഞ്ഞു, കഴിഞ്ഞു. അല്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് നമ്പർ പറഞ്ഞല്ലോ. ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ബഹുമാനപ്പെട്ട കോടതിയിൽ പോയാൽ ഇതിന് എല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എടുത്തോ, ഇനി വേണോ? ഞാൻ ഡൗൺലോഡ് ചെയ്തോ, ഞാൻ തന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, ഇത്തരം കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഞാൻ പീഡിപ്പിച്ചു എന്നുള്ളത് കേൾക്കാനല്ലേ. അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ, അത് മനസ്സിൽ വെച്ചാൽ മതി. ഞാനും നിങ്ങളെ പോലെ ചോറന്നെ ഉണ്ടെന്ന്. ഓക്കെ, അത് മനസ്സിൽ വെച്ചാൽ മതി, കൈ വെച്ചാൽ മതി കേട്ടോ. ഞാൻ നിങ്ങളെക്കാൾ അതേ കളത്തിൽ കളിച്ചു വന്നവനാ. തനിക്കെതിരെ ഒരു പരാതി കൊടുപ്പിക്കാൻ എന്നെ കൊണ്ടും പറ്റും കേട്ടോ. കള്ളപ്പരാതി അല്ല, ഇതില് ഞാൻ പറഞ്ഞല്ലോ, പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു. പോലീസാണല്ലോ സെക്ഷൻ, കൃഷ്ണകുമാർ അല്ലല്ലോ. എഫ്ഐആർ ഇട്ടു. എഫ്ഐആർ ഇട്ട് പരാതി കിട്ടിയത് എഫ്ഐആർ തുടരന്വേഷണം നടത്തും. തുടരന്വേഷണം നടത്തി അതില് ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കും. ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചു തന്നല്ലോ, പ്രോസിക്യൂട്ട് എവിഡൻസ് ഇല്ല, പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ജഡ്ജ്മെന്റ് കൃത്യമായി പറയുന്നുണ്ടല്ലോ. കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായി എന്നുള്ളതാണ്. കോടതി ഞാൻ പറയുന്നു.